സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലും വിവാദങ്ങളിലും ഹൈക്കമാൻഡിന് അതൃപ്തി മാറ്റാൻ അനുനയവുമായി വി.ഡി. സതീശൻ. ദില്ലിയിലെ ചർച്ചയിൽ സതീശൻ കേരളത്തിലെ സാഹചര്യങ്ങൾ വിശദീകരിക്കും. അതേസമയം മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായ നീക്കങ്ങളിൽ വലിയ പ്രതിഷേധമാണ് കേരളത്തിലെ മുതിർന്ന നേതാക്കൾക്കടക്കമുള്ളത്. 2 മാസത്തിനുള്ളിൽ സർക്കാരിനെതിരെ ഉയർന്ന മുഴുവൻ വിവാദങ്ങളിലും മുഖ്യമന്ത്രിയാണ് പ്രതിക്കൂട്ടിൽ. പ്ലീഡർ നിയമനത്തിൽ കെ.എസ്.യുവിനെ തള്ളിപ്പറഞ്ഞത് കൂടുതൽ പ്രകോപനത്തിന് ഇടയാക്കി. മുഖ്യമന്ത്രി സമയം അനുവദിക്കാത്തതിനാൽ UDF യോഗം ഇതുവരെ കൂടാനായിട്ടില്ല. പാർട്ടിയും സർക്കാരും 2 വഴിക്കാണ് എന്ന വിമർശനം മുതിർന്ന നേതാക്കളടക്കം ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പദത്തിലെത്തിയ ശേഷം വി.ഡി. സതീശൻ 2 തവണ മാത്രമാണ് ഇന്ദിരാഭവന്റെ പടി ചവിട്ടിയത്. KPCC യോഗത്തിലും കെ കരുണാകരൻ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മാത്രമാണ് സതീശൻ ഇന്ദിരാഭവനിൽ എത്തിയത്. ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ പോലും സതീശൻ പങ്കെടുത്തിരുന്നില്ല. കരിമണൽ ഖനനത്തിലെ സ്വകാര്യ നിക്ഷേപം, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ്, വിഴിഞ്ഞം ഓഹരി വിൽപ്പന, ഇലക്ഷൻ കമ്മീഷണർ നിയമനം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം പാർട്ടിയിൽ ചർച്ച വേണമെന്നാണ് പ്രധാന നേതാക്കളെല്ലാം ആവശ്യപ്പെടുന്നത്. പക്ഷേ മുഖ്യമന്ത്രി ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല. ഇത്തരം വിവാദങ്ങൾ കത്തി നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ദില്ലിയിൽ ഹൈക്കമാൻഡ് പ്രതിനിധികളെ കാണുന്നത്. സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ചില നേതാക്കൾ പരസ്യപ്രതികരണം നടത്തുന്നു എന്നാകും സതീശൻ ഹൈക്കമാൻഡിനെ അറിയിക്കുക. ഇതിനു പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചനയുണ്ട് എന്നും സതീശൻ ഹൈക്കമാൻഡിന് മുന്നിൽ വാദിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.